അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കണം. മഴയാണ് എങ്കിലും ജോലിക്ക് പോകണം. പിന്നെ ഒരുപാട് പേർക്ക് അറിയാത്തൊരു സംശയം ഉണ്ടാവും. നമ്മുടെ ഈ നെറ്റിയുടെ ഇവിടെ കണ്ടോ കറുപ്പ്, അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെ, കണ്ണിന് ചുറ്റും വരുന്ന കറുപ്പല്ല കേട്ടോ, നമ്മുടെ ഇവിടെ ഈ രണ്ട് ഭാഗത്ത് വരുന്ന ഒരു ബ്ലാക്ക് കളറ്. അതുപോലെ നമ്മുടെ കൈയുടെ ഭാഗം ഉണ്ടല്ലോ ഇവിടെ താഴെ, എൻ്റെ അവിടെ കറുപ്പ് വരുന്നുണ്ട്. അങ്ങനെ ഒക്കെ ഉള്ള സ്ഥലത്ത് എനിക്ക് നമ്മൾ ഓയിൻമെൻറ്റ് അതൊക്കെ തേക്കും, പക്ഷെ അത് മാറാറില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അങ്ങനെ എനിക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്തു. അപ്പോഴാണ് പറഞ്ഞത് ഫാറ്റ് ലിവർ കൂടുതലാണ് എന്ന് പറഞ്ഞു. എ ഗ്രേഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് എൻ്റെ ഇങ്ങനെ ബ്ലാക്ക് കളർ ഇപ്പോൾ കുറഞ്ഞു വന്നൊക്കെയാണ് മരുന്ന് കഴിച്ച് എന്നാലും നല്ലോണം ഉണ്ട് ഇപ്പോഴും. മൂക്കിൻ്റെ ഇവിടെ ഉള്ളത് അതിനെ പറ്റിയല്ല, അത് വേറെ ആണെങ്കിലും അതൊരു കറുപ്പുണ്ടായിരുന്നു. ഈ ഭാഗത്താണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇത് രണ്ടും ഇതും കണ്ണിൻ്റെ ചുറ്റും വരുന്ന കറുപ്പുകളല്ല കേട്ടോ. ഇതുപോലെ ഉണ്ടോ, ഈ രണ്ട് ഭാഗം നല്ല ബ്ലാക്കായിരുന്നു, ഇപ്പോൾ കുറവുണ്ട്. ഇത് ഫാറ്റ് ലിവർ കൂടുതലുള്ളവർക്ക് വരുന്നതാണ്. നമുക്കറിയില്ലായിരുന്നു, പക്ഷേ അത് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് അറിയണത്. അതിന് മരുന്നല്ല, നമ്മൾ ഭക്ഷണം ഇങ്ങനെ എ ഗ്രേഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണത് മാറാൻ. അതാണ് പിന്നെ ക്യാൻസറിലേക്കൊക്കെ പോകുന്നത് എന്ന് സാറ് പറഞ്ഞു. ഞാൻ ഡെയിലി നടക്കുന്ന ആളാണ്, എന്നിട്ടും എൻ്റെ വണ്ണം കുറയുന്നില്ല, ഫാറ്റ് ലിവർ കുറയുന്നില്ല. ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഒത്തിരി കൂടുതലാണ് മുഖത്ത്. ഞാനൊരു മരുന്നോ അല്ലെങ്കിൽ ഒരു ഓയിൻമെൻ്റ് ഒന്നും ഇപ്പോൾ തേച്ചിട്ടില്ല കേട്ടോ. ഇതാണ് ശരിക്കും എൻ്റെ ഉള്ളതാണ്. നേരെ നോക്കുമ്പോൾ ഇച്ചിരിയുടെ കറുപ്പായിട്ടാണ് തോന്നുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഭക്ഷണം ശ്രദ്ധിക്കുക. കൊഴുപ്പെന്ന് പറഞ്ഞ സാധനം നമ്മുടെ കരളിൽ വന്ന് അടിഞ്ഞ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് മാറില്ല. നമുക്കറിയില്ല. ഞാൻ പല ഓയിൻമെൻറ്റുകളൊക്കെ ഇത് ചെയ്ത് നോക്കി, പക്ഷെ ആർക്കും തന്നെ അറിയാൻ പാടില്ല ഇതിങ്ങനെയുള്ള സംഭവം ഫാറ്റ് ലിവർ കൂടിയിട്ടാണ് ഈ കറുപ്പ് വരുന്നതെന്നുള്ളത്. മിക്ക ആൾക്കും തന്നെ അറിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മളതിങ്ങനെ ഞാനെപ്പോഴും ഇങ്ങനെ എനിക്കും അറിയില്ലായിരുന്നു. വെയിൽ കൊണ്ടിട്ടായിരിക്കാം, സ്കിന്നിലേക്ക് തേക്കും, എല്ലാ സ്കിന്നിനും സൂര്യപ്രകാശം അടിക്കുന്നതിൻ്റെ സൺക്രീം ഒക്കെ തേക്കാറുണ്ട്. എങ്കിലും അത് കൂടി തന്നെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ ഒത്തിരി കുറഞ്ഞു. ഇതുപോലെ പിന്നെ എന്നെ പഴയ ആൾക്കാരെന്നെ കാണുമ്പോഴൊക്കെ ഇപ്പോൾ കാണുന്നവർ ചോദിക്കും. കഴിഞ്ഞ ദിവസം തന്നെ മരിച്ചു കൊടുത്ത് ചെന്നപ്പോഴൊക്കെ എൻ്റെ കുറേ സ്വന്തക്കാരും കുടുംബന്മാർ പഴയ ആൾക്കാരൊക്കെ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, മുഖമൊക്കെ ഇങ്ങനെ കറുത്ത് പോയി എങ്ങനെയാണ്. നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ കറുത്താണെങ്കിൽ പോലും ആ കറുപ്പും അല്ലാതെ നമുക്ക് വരുന്ന മുഖത്ത് വരുന്ന ആ കറുപ്പും കാണുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. പെട്ടെന്ന് ഒരാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരു ഇരുളിമ, അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. അതെനിക്ക് മനസ്സിലാവണേക്കാളും കൂടുതൽ മറ്റുള്ളവർക്കാണ് മനസ്സിലാവുന്നത്. അപ്പം അതുകൊണ്ട് ഈ പ്രാവശ്യം പെരുന്നാളിന് ഇറച്ചിയൊക്കെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് എല്ലാവരും തന്നെ ശ്രദ്ധിച്ച് കഴിച്ചാൽ മതി. നമുക്ക് ഇറച്ചി കഴിക്കണേ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇറച്ചി നമ്മൾ ആദ്യം തന്നെ ബീഫാണെങ്കിൽ ബീഫ് നുറുക്കി കഴുകി വാരി അടുപ്പത്ത് വയ്ക്കുക. അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നല്ലോണം തിളയ്ക്കണം. നല്ലോണം തിളച്ച് കഴിയുമ്പോൾ ആ വെള്ളം കൂടെ ഊറ്റി കളയണം. അതിൽ വരുന്ന നെയ്യ്, കൊഴുപ്പ് ഇതെല്ലാം കൂടെ ഊറ്റി കളയണം. രണ്ടാമത്തിരി വെള്ളം ഒഴിച്ച് 2 അടിയും കൂടി അടിച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊഴുപ്പ് കുറയും. നമുക്കത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റും. അതും എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞതാണ്. ചിക്കൻ കുഴപ്പമില്ല, ചിക്കൻ 2-3 കഷ്ണം കഴിക്കുന്നതിന് കുഴപ്പമില്ല. ബീഫാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. അതുപോലെ മുട്ടയുടെ മഞ്ഞ ആ സാധനം കഴിക്കാൻ പാടില്ല. ഇത് വല്ലാത്തൊരു വിഷമത്തിലാണ്, എനിക്ക് വല്ലാത്തൊരു ഇതാണ്. കാരണം പുറത്തേക്കൊന്നും എല്ലാവരും ചോദിക്കാം മുഖത്തിലെന്താ ഇതുപോലെ കറുപ്പ് കണ്ടോ, നല്ല ബ്ലാക്ക് കളറാണ്. ഇത് കണ്ടോ, ഇരിക്കണുണ്ടോ. പിന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ പ്രായത്തിൻ്റെ ആയിരിക്കും. എനിക്ക് ഓർത്തുകൊണ്ടാണ് ഇരുന്നത്, കരിമങ്കലാന്ന് ഓർത്തു. അതല്ല, എല്ലാം ഡോക്ടർമാർ ഇവിടെ നന്നായിട്ടുണ്ടാകുന്നത് കുറഞ്ഞു തുടങ്ങി.
അതാ ഒരു ഓയിൻമെൻറ്റ് തന്നിട്ടുണ്ട് സാറ്, അത് തേച്ചില്ലെങ്കിൽ വീണ്ടും ഇങ്ങനെയാവും. തേക്കുവാണെങ്കിൽ കുറേയൊക്കെ മാറ്റമുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര മടിയാണ് അത് തേക്കാനായിട്ട്. ഗുളിക ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. ഫാറ്റ് കൂടാതെ നമ്മുടെ ലിവർ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ്. നമുക്ക് പിന്നെ ഗ്യാസ് കയറി വീർത്ത് കരളിന് വീക്കം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആഹാരമാണ്. ആഹാരത്തിൽ കൊഴുപ്പുള്ള ആഹാരങ്ങളാണ് കഴിക്കരുതെന്ന്. അതുപോലെ എന്നോട് 2-3 മണിക്കൂറെങ്കിലും നടക്കണം എന്നാണ് സാറ് പറഞ്ഞത്. പക്ഷേ ഞാൻ നടക്കാൻ വേണ്ടിയിട്ട് ആണ് ഹരിതകർമ്മ തിരഞ്ഞെടുത്തത് തന്നെ. പക്ഷേ ഇതൊരു വല്ലാത്തൊരു നടപ്പായിപ്പോയി. 3 മണിക്കൂർ 4 മണിക്കൂർ എന്ന് പറഞ്ഞിട്ടിപ്പോൾ ഒരു ഭാഗം മൊത്തം നടക്കേണ്ട അവസ്ഥയാണ് എനിക്ക് വന്നേക്കണം. അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഇത് നടക്കുന്ന ജോലിയാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഹാപ്പിയാണ്. നടക്കുമ്പോൾ അത്രയും ബുദ്ധിമുട്ട് വിഷമമൊക്കെ കുറയുന്നുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരോടും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ ലോങ്ങാണ്, എല്ലാവരും കാണണം. ലോങ് വീഡിയോ ആണെന്നുകൊണ്ട് സ്കിപ്പ് ചെയ്ത് പോകരുത്. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.